സംഭവം കാത്തിട്ട് ഞാനുണ്ടല്ല ഒരു മണിക്കൂറായി കാത്തിട്ട് പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ഇന്ന് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തുടർച്ചക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. പയ്യന്നൂരിൻ്റെ അഭിമാനകരമായിട്ടുള്ള പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കത്തക്ക നിലയിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും വോട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവണം. ജനങ്ങളോട് എല്ലാ നിലയിലും നീതി പുലർത്തിക്കൊണ്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് മുൻകാലത്തും ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോഴും അത് ഉറപ്പിച്ചു പറയുകയാണ്. ജനങ്ങളോടൊപ്പം എല്ലാ ഘട്ടങ്ങളിലും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഉണ്ടാകും. അതിനുള്ള സർവ്വ പിന്തുണയും എല്ലാവരും നൽകണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുക. ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയായി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പയ്യന്നൂരുണ്ട്. ആദ്യം മുതൽക്ക് തന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടെ മറ്റുള്ളവർ രാഷ്ട്രീയ എതിരാളികളോ ചില മാധ്യമങ്ങളോ ഉയർത്തിയിട്ടുള്ള ഒരു ആരോപണവും ഈ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏശിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുൻ MLA, ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് ടി.ഐ. മധുസൂദനൻ ചരിത്ര വിജയം നേടും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് LDF-ലും ഒപ്പം LDF-ൻ്റെ സ്ഥാനാർത്ഥിയിലും 100 101, 110, 120% വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം മുന്നോട്ട് കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് വയ്ക്കാനുള്ള ഊർജം. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്, ബഹുജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം ഞാൻ തേടി. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അവരൊക്കെ പറയുന്നത് മധു അല്ലാതെ മറ്റാര്, ഈ മണ്ഡലത്തിൽ മധു അല്ലാതെ മറ്റാര്. കാരണം അത്രമാത്രം 5 വർഷക്കാലത്തെ കഠിനാധ്വാനം, നിരന്തരമായ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ വേണ്ടി ഒരു MLA, ഒരു ജനപ്രതിനിധി വോട്ട് വാങ്ങി ജയിച്ച് ജനപ്രതിനിധിയായിട്ടുള്ള ഒരു ജനപ്രതിനിധി കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും അവരോടുള്ള പ്രതിബദ്ധതയും കാണിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് സഖാവ് ടി.ഐ. മധുസൂദനൻ. ഒരു ദുരാരോപണവും മധുവിൻ്റെ മേലെ ഏൽക്കില്ല. LDF വിജയിക്കുന്നു മാത്രമല്ല, അതൊരു ചരിത്ര വിജയമായിരിക്കും. അത് LDF-ന് എല്ലാ പ്രവർത്തകർക്കും ഉത്തമ വിശ്വാസമുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ബഹുജനങ്ങളിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. സ്ഥാനാർത്ഥി ഒരു നിമിഷം പോലും വിശ്രമിക്കുന്നില്ല. എല്ലാ സമയത്തും ജനങ്ങൾക്കിടയിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഇവിടുത്തെ പയ്യന്നൂരിൻ്റെ ജനപ്രതിനിധിയായിരുന്ന എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം, ഈ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കാൻ മനസ്സും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് ടി.ഐ. മധുസൂദനെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.